ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ പോയ വണ്ടി ഒരു 30 മീറ്ററോളം ഫ്രണ്ടിൽ ഒരു വെർണ കാർ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തു, ഫുൾ ബ്രേക്ക് അപ്ലൈ ചെയ്തു. ഒരു 6-7 സെക്കൻഡ് എനിക്ക് റെസ്പോൺസ് ടൈം കിട്ടി. എന്നിട്ട് വണ്ടി ഫ്രീ ആയിട്ട് ചെന്ന് ആ കാറിൻ്റെ ബാക്കിൽ ഹിറ്റ് ചെയ്യായിരുന്നു. അതുപോലെ തന്നെ ഈ ഓട്ടോ ഹോൾഡ് ബട്ടൺ, സീറ്റ് വെന്റിലേഷൻ ഒന്നും വർക്കിംഗ് അല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യും, നല്ല രീതിയിൽ പ്രസ് ചെയ്യുമ്പോൾ വല്ലപ്പോഴും വർക്ക് ചെയ്യാൻ സോഫ്റ്റ്വെയർ ഗ്ലിച്ചെന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം കൊണ്ട് ചെന്നപ്പോഴും സർവീസിൽ നിന്ന് എനിക്ക് പറഞ്ഞ മറുപടി അത് സോഫ്റ്റ്വെയറിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ ബ്രേക്കിങ്ങിൻ്റെ യൂണിറ്റിൻ്റെ എന്താണെന്നാണ് അവർ പറഞ്ഞത്. എന്ത് കാര്യമാണെങ്കിലും മെക്കാനിക്കൽ ഭാഗം എനിക്കറിയില്ല. വണ്ടി ചവിട്ടുമ്പോൾ ബ്രേക്ക് കിട്ടുക എന്നുള്ളതാണ്. നെക്സോൺ EV പ്രൈം യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ വണ്ടിയിൽ എന്തെങ്കിലും ബ്രേക്കിംഗ് ഇഷ്യൂ ഉണ്ടെങ്കിലോ ഹിൽ ഹോൾഡ് അസിസ്റ്റിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലോ അടുത്തുള്ള ഷോറൂമിൽ കാണിച്ച് ആ ഒരു കാര്യം കറക്റ്റ് ചെയ്യേണ്ടതാണ്. കാര്യം ബ്രേക്കിങ്ങിൻ്റെ ഇഷ്യൂ കുറച്ച് നാളായിട്ടുള്ളൊരു വണ്ടി കഴിഞ്ഞ ദിവസം കൊല്ലത്തൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ബ്രേക്ക് ഫെയിലിയർ ആയിട്ടാണ് ആ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഓണറിനോട് തന്നെ ചോദിക്കാം. ഞാനൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ ഈ നെക്സോൺ EV ലോങ് റേഞ്ചാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ വണ്ടിക്ക് ബ്രേക്കിങ്ങിന് ഇഷ്യൂ ഉണ്ട്. ഒന്നല്ല, പലപ്പോഴായിട്ട് ഞാൻ ഷോറൂമിൽ എനിക്ക് വണ്ടി ഒന്ന് എക്സിക്യൂട്ടീവിനെയും സർവീസ് അഡ്വൈസറേയും പിന്നെ അവിടുത്തെ തന്നെ ബോഡി അഡ്വൈസറേയും ഞാനിത് ചെയ്തിട്ടുണ്ട്. ശരൺ, പിന്നെ റോബിൻ, ആനന്ദ്, 3 പേരോടും ഞാനിത് പലപ്പോഴായിട്ട് 3-4 തവണ ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ വണ്ടി കൊണ്ടുപോകാറുണ്ട്, ബ്രേക്ക് പാഡ് ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് ഈ വണ്ടി ബ്രേക്ക് ചവിട്ടുമ്പോൾ വണ്ടി ആദ്യമേ ജെർക്കിങ് ഉള്ളായിരുന്നു. പിന്നെ വണ്ടി ചില സമയങ്ങളിൽ കിട്ടാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6-7 സെക്കൻഡോളം വണ്ടി ആ സ്പീഡിൽ തന്നെ പോകും. ബ്രേക്ക് 0 റെസ്പോൺസ് ആണ് ബാക്കിലോട്ട് നമുക്ക് റിട്ടേൺ തരുന്നത്. വണ്ടി ഒരു രീതിയിലും കൺട്രോളില്ല, ഒരു 7 സെക്കൻഡോളം പോയിട്ട് ബ്രേക്കിംഗ് ആവും. അപ്പോൾ അങ്ങനെയാണ് വണ്ടിക്ക് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അങ്ങനെ ഞാനത് വണ്ടി എടുക്കാതെ 2 ദിവസം വെച്ചിരുന്നു. അങ്ങനെ ഞാൻ വിളിച്ച് കൺഫേം ആയിട്ട് പറഞ്ഞു. അങ്ങനെ അവർ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു. രാവിലെ 10 മണി ഡ്രൈവർ എത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു എമർജൻസി ഉള്ളതുകൊണ്ടും വണ്ടി എപ്പോഴും അങ്ങനെ മിസ്സിങ് കാണിക്കാത്തതുകൊണ്ട് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പുറത്തോട്ടിറങ്ങി വൈഫിനെ വിളിക്കാൻ കോളേജിലോട്ട് പോകുന്ന വഴിക്ക് ഒരു 2-വേ റോഡായിരുന്നു. ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ പോയ വണ്ടി ഒരു 30 മീറ്ററോളം ഫ്രണ്ടിൽ ഒരു വെർണ കാർ സ്റ്റോപ്പ് ചെയ്തു. ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തു, ഫുൾ ബ്രേക്ക് അപ്ലൈ ചെയ്തു. ഒരു 6-7 സെക്കൻഡ് എനിക്ക് റെസ്പോൺസ് ടൈം കിട്ടി. എന്നിട്ട് വണ്ടി ഫ്രീ ആയിട്ട് ചെന്ന് ആ കാറിൻ്റെ ബാക്കിൽ ഹിറ്റ് ചെയ്തു. ഞാനിപ്പോൾ തിരിച്ച് വീണ്ടും ഷോറൂമിൽ കൊണ്ട് ചെന്നു. ഇപ്പോൾ എനിക്ക് എന്താ റിപ്പയർ ചെയ്തതിന് ക്ലെയിം ചെയ്ത് വണ്ടി ഒരു 10-15-20 ദിവസം അവിടെ കിടന്ന് എടുക്കണം. ഞാനിത് ഇൻഫോം ചെയ്യാൻ കാരണം പഴയ നെക്സോണിൻ്റെ എനിക്കറിയില്ല. പുതിയ നെക്സോൺ EV എല്ലാവരും പ്രത്യേകിച്ച് ഹൈ റേഞ്ചുകളിൽ ഉപയോഗിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് വണ്ടി അവിടെ ഇട്ടാലും വേണ്ടില്ല. വണ്ടി ഇത് കാരണം വേറൊരു നമ്മുടെ തന്നെ മോഡൽ ഒരു കാർ, സെഡാൻ കാർ ആയതുകൊണ്ടാണ് വലിയ ഹിറ്റ് ആവാതിരുന്നത്. കാരണം റോഡ് പണി നടക്കുന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പൊക്കെ ഞാൻ ഈ ലോറിയും ക്രെയിനൊക്കെ പാസ് ചെയ്താണ് കയറിപ്പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ വണ്ടി ഞാൻ ഓടിച്ചിരുന്നത് 86% ചാർജിൽ 3 മോഡ് ജനറേഷനിൽ സിറ്റി മോഡിലാണ് ഇട്ട് ഓടിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ ചാർജ് കുറവായതുകൊണ്ടായിരിക്കും എന്നാണ് അവർ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാനത് നിങ്ങളെ അതുകൊണ്ട് ഷെയർ ചെയ്തതാണ്. ഇതൊരു ജസ്റ്റ് നിങ്ങൾക്കുള്ള ഇൻഫർമേഷനാണ്. പുതിയ നെക്സോൺ EV ഉപയോഗിക്കുന്നവർ ബ്രേക്കിങ്ങിൽ ഇഷ്യൂ എങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ചെറുതായിട്ടായിരിക്കും ഫേസ് ചെയ്യുന്നത് ആദ്യമേ, അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിപ്പയർ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം വണ്ടി ഉപയോഗിക്കുക. കാരണം ഞാൻ മിക്കവാറും ഞാൻ വൈഫിനെ പിക്ക് ചെയ്യാൻ പോകുന്നതിൻ്റെ 3 ഇയർ ഓൾഡ് ബേബി ആയിട്ടാണ് പോകുന്നത്. അന്നത്തെ ദിവസം എന്തോ കാരണം കൊണ്ട് മോളെ എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഞാനത് പറയുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഇനി എന്താണ് കാര്യം എന്ന് എനിക്കറിയില്ല. ഞാനിപ്പം എക്സിക്യൂട്ടീവ്സിനെ ബന്ധപ്പെട്ടപ്പോൾ അവർ ടാറ്റയുടെ ഒരു മെയിൽ ID വന്നു. ഞാൻ അതിലേക്ക് എനിക്കുണ്ടായ അവസ്ഥ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഈ ഓട്ടോ ഹോൾഡ് ബട്ടൺ, സീറ്റ് വെന്റിലേഷൻ ഒന്നും വർക്കിംഗ് അല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യും, നല്ല രീതിയിൽ പ്രസ് ചെയ്യുമ്പോൾ വല്ലപ്പോഴും വർക്ക് ചെയ്യാൻ സോഫ്റ്റ്വെയർ ഗ്ലിച്ചെന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം കൊണ്ട് ചെന്നപ്പോഴും സർവീസിൽ നിന്ന് എനിക്ക് പറഞ്ഞ മറുപടി അത് സോഫ്റ്റ്വെയറിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ ബ്രേക്കിങ്ങിൻ്റെ യൂണിറ്റിൻ്റെ എന്താണെന്നാണ് അവർ പറഞ്ഞത്. എന്ത് കാര്യമാണെങ്കിലും മെക്കാനിക്കൽ ഭാഗം എനിക്കറിയില്ല. വണ്ടി ചവിട്ടുമ്പോൾ ബ്രേക്ക് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പോൾ ബാറ്ററിക്ക് എന്തെങ്കിലും തകരാറ് വന്നാലും നമുക്കത് വെയിറ്റ് ചെയ്ത് വാങ്ങിച്ചെടുക്കാം, നമുക്കൊന്നും സംഭവിക്കില്ല, നമുക്ക് സമയനഷ്ടം ഉണ്ടാവും. പക്ഷേ ബ്രേക്കിങ്ങിൽ ഇങ്ങനെ ഒരു ഫെയിലിയർ ഉണ്ടാവുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആർക്കെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് തന്നെ വണ്ടി കൊടുത്ത് റിപ്പയർ ചെയ്ത് വാങ്ങിയതിന് ശേഷം മാത്രം വണ്ടി ഓടിക്കുക. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ടേക്ക് കെയർ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സോൺ EVയിൽ എന്നല്ല ഏതൊരു EVയിലായാലും ഇങ്ങനൊരു ബ്രേക്കിംഗ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷോറൂമിൽ കാണിച്ചത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. കാര്യം ബ്രേക്കിങ്ങിന് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ EV റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ കണ്ടന്റ്സുമായിട്ട് നമുക്ക് ഇനിയും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.